പശ്ചിമേഷ്യയിലെ സംഘർഷം തുടരുന്നതിനിടെ നയതന്ത്ര നീക്കങ്ങൾ സജീവമാക്കി അറബ് രാജ്യങ്ങൾ. വിഷയത്തിൽ സൗദി, കുവൈത്ത്, UAE, ഈജിപ്ത്, തുർക്കി വിദേശകാര്യമന്ത്രിമാർ ഖത്തർ പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്തി. ഫോൺ വഴിയായിരുന്നു സംഭാഷണങ്ങൾ. യൂറോപ്യൻ യൂണിയൻ നേതാക്കളും ഖത്തർ പ്രധാനമന്ത്രിയുമായി ആശയവിനിമയം നടത്തി. അബ്ബാസ് മുഹമ്മദാണ് ഖത്തറിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. അബ്ബാസ്, പറയൂ, വിശദാംശങ്ങൾ എന്തൊക്കെ? വിനിഷ, പശ്ചിമേഷ്യൻ യുദ്ധം ഏകദേശം 4 ആഴ്ചയിലേക്ക് നീളുന്ന സമയത്തും അതുപോലെ തന്നെ ഒരു പരിഹാരത്തിലുള്ള ശ്രമങ്ങൾ നമ്മൾ വേഗത്തിലാകുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഖത്തർ ഇവിടുത്തെ GCC രാഷ്ട്രങ്ങളുമായും അതുപോലെ അറബ് രാജ്യങ്ങളുമായിട്ടും ഈ ഒരു വിഷയത്തിൽ ആശയവിനിമയം നടത്തുന്നത്. GCCയിലെ 3 രാഷ്ട്രങ്ങളുമായി സൗദി അറേബ്യ, അതുപോലെ UAE, കുവൈത്ത് രാഷ്ട്രങ്ങളിലെ വിദേശകാര്യമന്ത്രിമാർ, അഥവാ സൗദി അറേബ്യയിൽ നിന്ന് ഫൈസൽ ബിൻ ഫർഹാൻ രാജകുമാരൻ, അതുപോലെ തന്നെ UAEയിൽ നിന്ന് ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ നഹിയാൻ, അതുപോലെ കുവൈത്തിൽ നിന്ന് ഷെയ്ഖ് ജറാ ജാബിർ അഹമ്മദ് അൽ സബ എന്നീ വിദേശകാര്യമന്ത്രിമാരുമായിട്ടാണ് ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ജാസിം അൽ താനി ഇന്ന് കൂടിക്കാഴ്ച നടത്തിയത്. അതോടൊപ്പം തന്നെ തുർക്കിയിലെയും അതുപോലെ തന്നെ ഈജിപ്തിൻ്റെയും വിദേശകാര്യമന്ത്രിയുമായി ഈജിപ്ത് വിദേശകാര്യമന്ത്രി ബദർ അബ്ദുൽ അത്തി, അതുപോലെ തന്നെ തുർക്കി വിദേശകാര്യമന്ത്രി ഹാക്കാൻ ഫിദാൻ, ഇവരുമായിട്ടും ഖത്തർ പ്രധാനമന്ത്രി ഇന്ന് ആശയവിനിമയം നടത്തുകയുണ്ടായി. ഇതോടൊപ്പം വളരെ പ്രധാനപ്പെട്ടത് യൂറോപ്യൻ യൂണിയൻ്റെ ഒരു ഹൈ റെപ്രസെൻറ്റേറ്റീവ് ഫോർ ഫോറിൻ അഫയേഴ്സ്, വിദേശകാര്യ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥയായിട്ടുള്ള ഖാജ കല്ലാസുമായും ഖത്തർ പ്രധാനമന്ത്രി ഇന്ന് ഈ ഒരു വിഷയത്തിൽ, പശ്ചിമേഷ്യയിലെ വിഷയവുമായി ബന്ധപ്പെട്ട് ആശയവിനിമയം നടത്തുകയുണ്ടായി. ഇതിൻ്റെ വിശദാംശങ്ങൾ എന്താണ്, ഇതിൻ്റെ വിശദാംശങ്ങൾ ഏതെല്ലാം തരത്തിലാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു വ്യക്തമായിട്ടുള്ളൊരു വാർത്താക്കുറിപ്പില്ല എങ്കിലും പ്രധാനമായിട്ടും 3 കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ഖത്തർ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. ഒന്ന്, ഖത്തറിനെതിരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങൾ, അതിനെ ഈ രാജ്യങ്ങളെല്ലാം ശക്തമായി അപലപിക്കുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഇവിടെയുണ്ടായ ഖത്തറിൻ്റെ സമുദ്രാതിർത്തിയിൽ നടന്ന ഒരു ഹെലികോപ്റ്റർ ക്രാഷുമായി ബന്ധപ്പെട്ട് ഈ രാജ്യങ്ങളെല്ലാം ഖത്തറിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നു. മൂന്നാമതായിട്ടുള്ള കാര്യം, ഈ ഒരു പ്രശ്നത്തിന്, പശ്ചിമേഷ്യയിലെ ഇറാനും US തമ്മിലുള്ള പ്രശ്നം, ഈ പ്രശ്നത്തിൽ, ഈ ഒരു യുദ്ധത്തിന് സമാധാനപരമായ സംഭാഷണത്തിലൂടെയാണ് ഇക്കാര്യത്തിൽ പരിഹാരം കണ്ടെത്തേണ്ടത് എന്നുള്ള കാര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. ഇങ്ങനെ 3 കാര്യങ്ങളാണ് ഈ പ്രസ്താവനയിലുള്ളത്. ഇതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഹാക്കാൻ ഫിദാൻ കഴിഞ്ഞ ദിവസം ഇവിടെ ഖത്തർ ദോഹ സന്ദർശിച്ചിരുന്നു എന്ന് മാത്രമല്ല, ഖത്തർ വിദേശകാര്യമന്ത്രിയും അതുപോലെ പ്രധാനമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ജാസിം അൽ താനിയുമായി അദ്ദേഹം സംയുക്തമായിട്ടുള്ളൊരു വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ഈ വാർത്താ സമ്മേളനത്തിൽ ഖത്തർ പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരുന്നത് ഈ യുദ്ധം അടിയന്തരമായി അവസാനിപ്പിക്കേണ്ടതുണ്ട് എന്നും ഇതിൻ്റെ ഗുണഫലം, ഇതിൻ്റെ ഗുണഭോക്താവ് ആരാണ് എന്ന് കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം എന്നും ഇസ്രായേലിൻ്റെ പേര് പറയാതെ അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഈ ഒരു പശ്ചിമേഷ്യൻ സംഘർഷം ഈ ഒരു പ്രശ്ന പരിഹാരത്തിലേക്ക് നീങ്ങുന്നു എന്ന ഘട്ടത്തിലാണ് ഈ GCC രാഷ്ട്രങ്ങളുമായും അതുപോലെ തന്നെ അറബ് രാഷ്ട്രങ്ങളുമായിട്ടും ഖത്തർ കൂടിക്കാഴ്ച നടത്തുന്നത്. വിനിഷ.